ലാവണ്യയുടെ പിതാവാണ്. ലാവണ്യ 4 മാസം മുൻപാണ് വിവാഹിതയാവുന്നത്. ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ. പിന്നെ സംഭവം വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തുകയാണ്. ഞങ്ങളൊരു ഞായറാഴ്ച 6:30 ആകുമ്പോഴാണ് വിവരം അറിയുന്നത്. അന്നേരം തന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു. നമുക്കതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനോ പറയാനോ കഴിയുന്നൊരു മാനസികാവസ്ഥയിലുമല്ല. ഇവിടെ അടുത്ത് നമ്മുടെ എല്ലാ ദിവസവും കാണുന്ന ഒരു വീടും സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ സഹോദരങ്ങളെ പോലെ കഴിയുന്നവരാണ്. എൻ്റെ തൊട്ട അയലന്ത്രമാണ്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കാര്യത്തിലും, ഇപ്പം മകനാണെങ്കിലും എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നതിൽ കാര്യമായിട്ട് എൻ്റെ മകൻ ഒത്തിരിയേറെ സ്നേഹിച്ച് അവർ സഹോദരങ്ങളെ പോലെ നടക്കണം, എൻ്റെ അനിയനും എല്ലാവരും. അപ്പം ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങൾ ഒത്തിരി ദിവസം കാത്തിരുന്ന് അടുത്താഴ്ച വരും, ഇന്ന് ഓരോ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞ് ഓരോ ഡേറ്റിന് ഇങ്ങനെ ആളുകൾ വരും, കാത്തിരിക്കും. അപ്പോൾ അതിലുപരി ഞങ്ങൾക്ക് ഇനി നമ്മുടെ മകൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് കുടുംബത്തിലെത്തിക്കുവാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിനൊരു മകൻ്റെ പിന്നെ ദുഃഖം അത് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ വേദന എന്തോരം ദിവസമായി, ആ ദിവസത്തോളം അത് താങ്ങാനാവാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മകൻ്റെ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് അപേക്ഷ മാത്രമേ ഉള്ളൂ. സഹിത ഈ ചെല്ലാനം മേഖല എന്ന് പറയുന്നത് കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളൊരു ഇടമെന്ന് പറയുന്നത്. സാധാരണ ആ കുടുംബങ്ങളാണ് അന്നന്ന് കിട്ടുന്നതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഇടങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഇവിടേക്ക് എത്തുന്നത് വർഷകാലം സജീവമാകുമ്പോഴെല്ലാം തന്നെ ഇവരുടെ തീരാദുരിതങ്ങളും എല്ലാം തന്നെ കാണുന്നതിന് വേണ്ടി എല്ലാം തന്നെ എത്തുന്നുണ്ട്. അത് വലിയ കൂട്ടായ്മയോടെ കഴിഞ്ഞു പോകുന്നൊരിടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ കഴിഞ്ഞ് 20 ദിവസങ്ങളായി അയൽവാസികളും എല്ലാം തന്നെ ഇവിടെ വരികയും അവരോട് സംസാരിക്കുകയും എല്ലാം ചെയ്തു പോകുന്നു. പരസ്പരം സാന്ത്വനിപ്പിച്ച് ഈ സമയം കടന്നു പോകാൻ അവരെ കൈപിടിച്ച് ചേർത്ത് നടത്താൻ വേണ്ടി തന്നെയാണ് അവരോരോരുത്തരും അകത്ത് ഭാര്യ ലാവണ്യ, അതോടൊപ്പം തന്നെ എറ്റുവിൻ്റെ അമ്മ, അവരെല്ലാവരും തന്നെ അവിടെയുണ്ട്. അത് കട്ടിൽ നിന്ന് സങ്കടം കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ 20 ദിവസങ്ങളിലായിട്ട് അവരെ കഴിഞ്ഞു പോകുന്നതെല്ലാം തന്നെ ഉള്ളത്. ഇനിയിപ്പോൾ മകൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് കിട്ടുക എന്ന ഒരു പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. കാരണം ആദരവോടുകൂടി പറഞ്ഞ് അയക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു മരണം നടന്നാൽ പിന്നീട് അതിൻ്റെ ഒരു അന്ത്യകർമ്മങ്ങളിലേക്കടക്കം എല്ലാം തന്നെ കടക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും പ്രതീക്ഷയാണ്, ഓരോ ഫോൺ കോളും പ്രതീക്ഷയാണ്. പക്ഷേ എവിടെയും എങ്ങും എത്താത്ത രീതിയിലേക്കാണ് ഈ അന്വേഷണവും അവരുടെ കാര്യങ്ങളുമെല്ലാം പോകുന്നത്. വൈകാതെ ഇവിടേക്ക് അങ്ങനെയൊരു വാർത്ത വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരുമോ? അതാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡാനി, ഇതിനിടയിൽ ഈ വിഷയത്തിൽ എറണാകുളം MP ഹൈബി ഈഡൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കുടുംബം കൂടി പറഞ്ഞതാണ്. എന്തായാലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഇടപെടലുണ്ട് എന്നത് കൂടിയാണ് MP-യുടെ വാക്കുകൾ. നമുക്ക് വേഗത്തിൽ ഹൈബി ഈഡൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. എഡ്വിൻ മരണപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികൾ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിരന്തരമായി സൗദിയിലെ എംബസിയുമായി MP എന്നുള്ള രീതിയിൽ ഇടപെടുന്നുണ്ട്. കാഫ്ജി എന്ന് പറയുന്ന സ്ഥലത്താണ് എഡ്വിൻ മരണപ്പെട്ടത്. അവിടെ പോസ്റ്റ്മോർട്ടം സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ദമാമിലേക്ക് 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോയി. സാബിർ എന്ന് പറയുന്ന അവിടുത്തെ IFS ഓഫീസർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ കൂടിയാണ്. അവരുമായി സംസാരിച്ച് നിരന്തരമായി ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അസ്വാഭാവികമായ മരണമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫർദർ എൻക്വയറിക്ക് ശേഷം മാത്രമേ ബോഡി എംബാം ചെയ്ത് എയർലൈൻ അതോറിറ്റി NOC കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിയമങ്ങളാണ് അത് ഇത്രയും കഠിനമാക്കുന്നത്. ഞങ്ങളത് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ തീർച്ചയായിട്ടും അതിന് സഹായകരമാകും. വേഗം എഡ്വിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായകരമാകും നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇതാണ് ഹൈബിയുടെ പ്രതികരണം. ഡാനി, ജനപ്രതിനിധികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടുത്തെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള താമസം മാത്രമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഇടപെട്ട ഹൈബിയുടെ അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് കരുതാം, മറ്റ് പ്രതിസന്ധികളില്ലെന്ന് കരുതണം അല്ലേ?
അങ്ങനെ കരുതാം. ഇപ്പോൾ ഹൈബിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു നടപടിക്രമങ്ങൾ അതിൻ്റെ ഒരു കാലതാമസമാണ്. പക്ഷേ ഇതിലുള്ള ഒരു ലാബ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. സൗദിയിലെ നിയമങ്ങൾ കർശനമാണ്. അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്. എങ്കിലും ഇടപെടൽ, ഈ മാധ്യമങ്ങളടക്കമുള്ള നമ്മുടേതടക്കമുള്ള ഒരു ഇടപെടൽ അത്തരം നടപടികൾ വേഗത്തിലാക്കാനായിട്ട് കുറച്ചുകൂടി ഇവർക്ക് ജനപ്രതിനിധികൾക്കടക്കം അത് അവരെ കൂടി കുറേ കൂടി ഉത്തരവാദിത്തങ്ങളിലേക്ക് യാതൊരു സംശയവുമില്ല. നമുക്ക് ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവരുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവരുടെ ബന്ധു തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ളവരെ വീണ്ടും കാണുന്നതിന് വേണ്ടി അടക്കം പോയിരിക്കുകയാണ്, എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ കൂടി വേഗത്തിൽ ആകുന്നു എന്നതാണ്. കാരണം വാർത്ത വരുന്നു, അതിനുശേഷമുള്ള കുറേ കൂടി സമീപനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലേക്ക് വരുന്നു. വൈകാതെ ഈ കുടുംബത്തിലേക്ക് എഡ്വിനെ എത്തിക്കാനായിട്ട് സാധിക്കും. എഡ്വിൻ്റെ ചേതനേറ്റ ശരീരം ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് അവരും നൽകുന്ന ഉറപ്പ്. ഏതായാലും ഈ സങ്കടം അത് തുടരുകയാണ്. സാന്ത്വനവുമായിട്ട് ചുറ്റുപാടുമുള്ളവർ ഒപ്പം തന്നെ ഇവിടെ തന്നെ തുടരുന്നുമുണ്ട്. സജിത്ത്, മകൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അകാലത്തിൽ പൊലിഞ്ഞ വലിയ പ്രതീക്ഷകളുമായി വിദേശത്ത് ജോലിക്ക് പോയി കേട്ടത് മകൻ്റെ ദുരന്ത വാർത്തയാണ്. മകൻ നഷ്ടപ്പെട്ടു എന്ന വേദനയ്ക്കൊപ്പം അവനെ അവസാനമായി ഒന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് കുടുംബം. ചെലാനത്തെ ആ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് നീളുകയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് മകൻ്റെ മരണം സംഭവിക്കുന്നത്. പക്ഷേ ഇതുവരെയും നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിലുള്ള ഇടപെടലുകൾ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. കെ ജെ മാക്സി എം എൽ എ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ ജെ മാക്സി എം എൽ എ, ഈ വിഷയത്തിൽ ആ കുടുംബം കാത്തിരിക്കുകയാണ്. ഇതുവരെയും മത്സ്യത്തൊഴിലാളി കുടുംബമാണ്, സാധാരണ ഒരു കുടുംബമാണ്, താങ്കളുടെ മണ്ഡലത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ താങ്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് പിന്നെ ഈ പയ്യന്റെ ഫാദറിനെ കണ്ട് സംസാരിച്ചു. ആവശ്യമായ നടപടികൾ നമ്മൾ നോർക്ക വഴി മറ്റു കാര്യങ്ങളൊക്കെ നീക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബന്ധപ്പെടുകയുണ്ടായി. അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഫാദർ എന്റെ ഓഫീസിൽ വന്നിരുന്നു, ബന്ധുവും വന്നിരുന്നു. അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ അവിടുത്തെ സംഘടനകളുമായിട്ട് നവോദയയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവിച്ചേക്കുന്നത് ഈ ഇതില് വെത്തലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ റോപ്പ് പൊട്ടിയുള്ള സംഭവമാണ് പുള്ളി അപകടത്തിൽപ്പെട്ട് മരിച്ചേക്കുന്നത്. അപ്പൊ ഇത് സാധാരണ പോലീസല്ല ചെയ്യേണ്ടത്, ഇത് അവിടുത്തെ കോസ്റ്റ് ഗാർഡാണ്. അപ്പൊ കോസ്റ്റ് ഗാർഡിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു താമസമാണ് അവർ ഞങ്ങളോടൊന്ന് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഇപ്പൊ ബോഡി അവിടെ ജനറൽ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അത് ഇതിന്റെ കൂടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് മറ്റു നടപടിക്രമം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവരും, ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും നന്നായിട്ട് ഇടപെടുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ അസോസിയേഷനുകളിൽ ഇടപെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റുകൾ വല്ലതും ലഭ്യമാകുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റ് സാങ്കേതിക കുരുക്കൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ആ നടപടിക്രമം പൂർത്തിയാക്കാനുള്ള താമസം മാത്രമാണോ? അത് മാത്രമേ ഉള്ളൂ, നടപടിക്രമം മാത്രം, വേറെ ഒരു പ്രശ്നം അതിനകത്തില്ല. അങ്ങനെ നമ്മളിവിടെ അത് ഈ കടലിൽ വെച്ച് സംഭവിച്ചുകൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഇതാണ് അവർക്ക് വേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു താമസമാണ് ഒന്ന് പറഞ്ഞത്. അപ്പൊ അത് പൂർത്തീകരിച്ചാൽ ഉടനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിച്ചത്. എന്തായാലും കുടുംബാംഗങ്ങളൊക്കെ ഇങ്ങനെ വലിയ ആശങ്കയ്ക്ക് കാത്തിരിക്കുകയാണ്. കാരണം മകൻ നഷ്ടപ്പെട്ട വേദന ആ പിതാവിനുണ്ട്. അപ്പം പിതാവ് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുന്നത് എങ്ങനെയെങ്കിലും മകനെ അവസാനമായി ഒന്ന് കാണുക, മൃതദേഹം ഒന്ന് കാണുക എന്നൊരു വലിയ വേദനയാണ്. നിങ്ങളുടെയൊക്കെ വലിയ തുടർ ഇടപെടലുകൾ ഇക്കാര്യത്തിലുണ്ടാവും. നോർക്ക എന്ത് ഇടപെടലാണ് നമുക്ക് നടത്താൻ കഴിയുക അതിൻ്റെ അകത്ത്? നോർക്കയുമായി ബന്ധപ്പെട്ടു അന്ന് തന്നെ ഈ സംഭവം ഉണ്ടായതിന് അറിഞ്ഞതിന് പിറ്റേ ദിവസം നോർക്കയിൽ ബന്ധപ്പെട്ടു. നോർക്കയുമായിട്ട് അവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് കുറെ കൂടി ഇപ്പൊ എളുപ്പമാക്കാൻ കഴിഞ്ഞത്. പിന്നെ അവിടുത്തെ അസോസിയേഷൻ ഉണ്ട്, നവോദയ എന്ന് പറയുന്ന നമ്മുടെ അസോസിയേഷൻ ഉണ്ട്. അവരെ ആൾക്കാർ ഇതിന്റെ പുറകെ തന്നെ സജീവമായിട്ടുണ്ട്. അപ്പൊ അവരാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞത് ഇതാണ് ഒരു താമസം വന്നേക്കുന്നത്. ഈ ഇതിലുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഒരു റിപ്പോർട്ടിന്റെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. സാധാരണ പോലീസൊക്കെ ആണെങ്കിൽ കുറെ കൂടി നേരത്തെ ആക്കാമായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ആ നടപടി ചിലപ്പോൾ മിക്കവാറും ഈ ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അവരോട് നേരിട്ട് സംസാരിച്ചത്. ഈ സംസാരിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഫാദർ എന്റെ അടുത്തുണ്ടായിരുന്നു. ഈ കുടുംബം, ശ്രീ കെ ജെ മാക്സി, കുടുംബം പറയുന്നൊരു കാര്യം, ഈ യൂസഫ് അലിയെ പോലെ അവിടെ ആ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ സ്വാധീനമുള്ള വ്യക്തികൾ ആരെങ്കിലും ഇടപെട്ടാൽ ഒരുപക്ഷെ അവിടെ ചില വേഗത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അത്തരം അതിന് സാധ്യതയുണ്ടോ? അങ്ങനെ ഇടപെട്ടുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു നിയമക്കുടുക്കുണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ ഇടപെടേണ്ടി വരുന്നത്. ശരി, ഒരു നിയമക്കുടുക്ക് ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണ ഇപ്പൊ നമ്മൾ യൂസഫിലൊക്കെ ചില പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ നമുക്ക് അറിയാൻ പറ്റും. വലിയ നിയമമൊക്കെ കുരുക്കൊക്കെ വന്നു കഴിയുമ്പോൾ അതിലേക്കൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട്. ഇത് നിയമപരമായിട്ട് ഒരു തടസ്സവും ഇതിനകത്തില്ല. സാങ്കേതികമായിട്ട് അത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ.
യെസ്, വളരെ നന്ദി KJ മാക്സി സംസാരിച്ചതിന്, താങ്കളുടെ ഇടപെടലിന്. എന്തായാലും താങ്കളെ അടക്കം ആ കുടുംബം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഡാനി, നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ KJ മാക്സി നേരത്തെ ഹൈബി ഈഡൻ ആ കുടുംബത്തെ അറിയിക്കുക അവരുടെ ഇടപെടൽ. ഇതിന് സാങ്കേതിക കുരുക്കൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടപടിയും അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾക്കും അപ്പുറം മറ്റു പ്രശ്നങ്ങളില്ല എന്നതാണ് ഇതിൽ ഇടപെട്ട ജനപ്രതിനിധികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതുന്നു അല്ലേ? തീർച്ചയായും. കാരണം ഇവരുടെ വാക്കുകളെല്ലാം തന്നെ കുറെ കൂടി ഈ വിഷയത്തിൽ കുറെ കൂടി ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം ആ കുടുംബത്തിനും അതൊരു വലിയ സാന്ത്വനമാണ്. കാരണം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ജനപ്രതിനിധികൾ നടത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ എഡ്വിൻ്റെ പിതാവ് കൂടി ഒപ്പമുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ച ജനപ്രതിനിധികൾ, അത് ഹൈബി ഈഡൻ ആണെങ്കിലും KJ മാക്സി MLA ആണെങ്കിലും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്ന് ഒരു വാർത്ത അങ്ങനെ കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. എല്ലാ നടപടിക്രമങ്ങളും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. വൈകാതെ അവിടെ നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു വാർത്ത നമ്മൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു കാത്തിരിപ്പ് അവസാനിക്കാൻ ഒരുപക്ഷെ ഒരു മണിക്കൂറുകളുടെ അടക്കമുള്ളൊരു താമസങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കുന്നു എന്നൊരു വാർത്തയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് വിൽസൺ ചേട്ടനോടും അറിയിക്കുകയാണ്. ഏതായാലും സജിത്ത്, കുടുംബം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം ഇത്തരം വിവരങ്ങൾ അവരിലേക്ക് കൂടി എത്തിക്കുന്നു. വൈകാതെ ആ ഒരു സ്ഥിരീകരണം എഡ്വിൻ വൈകാതെ എത്തും. വീടിനോടും യാത്ര പറയുന്നതിനും എല്ലാം വേണ്ടി എത്തും എന്ന് തന്നെയാണ് നമ്മൾക്കും അവരോട് പങ്കുവയ്ക്കാനുള്ളത്. സജിത്ത.